ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ഇൻറ്റീരിയറിനകത്താണ്. വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് SPC ഫ്ലോറിംഗ് എന്ന് പറയുന്ന ഫ്ലോറിംഗ് മെറ്റീരിയലാണ്. ഇതിലിപ്പോൾ 9 സ്വിച്ചുകളാണുള്ളത്. അതിൽ ലൈറ്റ്സ് വരുന്നുണ്ട്, ഫാന് വേണമെങ്കിൽ ഫാന് വരുന്ന മോഡലുണ്ട്, 2-വേ സ്വിച്ചസുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ്സ് നമ്മുടെ മൂഡിനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ഒക്കെ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു AC. ഇവിടെ ഇപ്പോൾ ഒരു കിഡ്ലൻ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു റൂമിൻ്റെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു അവസരം. ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് 360 ഡിഗ്രി മോഷൻ ഡിറ്റക്ഷൻ വളരെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മോഷൻ ഡിറ്റക്ട് ചെയ്യും. നമ്മൾ വെൽക്കം ബാക്ക്. വീട് ഇന്റീരിയർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ബെഡ്റൂം എങ്കിലും കിട്ടുമായിട്ട് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ഇൻറ്റീരിയറിനകത്താണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഇടുന്നത് പോലെ ഫ്ലോറിങ്ങിൽ ടൈലല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. പകരം ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് SPC ഫ്ലോറിംഗ് എന്ന് പറയുന്ന ഫ്ലോറിംഗ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കർട്ടൻസിൻ്റെതായാലും ബെഡിൻ്റെതായാലും കംഫർട്ടിൻ്റെതായാലും ബെഡ്ഷീറ്റിൻ്റെതായാലും കളർ പാലറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. കിങ് സൈസിലുള്ള ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ് പണിതിരിക്കുന്നത് പ്ലൈവുഡിലാണ്. 710 ഗ്രേഡിൽ വരുന്ന പ്ലൈവുഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ റെക്സിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഹെഡ് ബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സൈഡ് ടേബിളിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ആ ഒരു സൈഡ് ടേബിളിൻ്റെ ഭാഗത്ത് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. നേരെ വാളിലേക്ക് വരികയാണെങ്കിൽ വാളിൽ ഇതേപോലെ ഗ്രൂസ് ലഭിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിവുഡ് ഉപയോഗിച്ച് പാനലിങ് ചെയ്തിരിക്കുകയാണ്. മൾട്ടിവുഡിൽ ഗ്രൂസ് നൽകിയിട്ട് ഇതിൽ PU പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ്. ഉദാഹരണത്തിന് ഇവിടെ നൽകിയിരിക്കുന്ന AC ആണെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾ കാണാത്തൊരു ടൈപ്പ് AC ആയിരിക്കും ഇവിടെ നൽകിയിട്ടുണ്ടാവുക. ലോയിഡിൻ്റെ ഏറ്റവും പുതിയ മോഡൽ AC ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റെല്ലാർ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഇവിടെ നൽകിയിരിക്കുന്ന സ്വിച്ചുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ നിങ്ങൾ കാണാത്ത ടൈപ്പ് ടച്ച് സ്വിച്ചുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഓട്ടോ ഹോം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്വിച്ചുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്വിച്ചാട്ടോ. നമുക്ക് ടച്ച് സ്വിച്ചായിട്ട് കൈകൊണ്ട് ടച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അലക്സ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. അത് വൈഫൈയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പ് നമ്മളിനിയിപ്പോൾ ബെഡ്റൂമിൽ ഇല്ലെങ്കിലും ശരി, വീടിന് പുറത്താണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മുടെ ഓഫീസിലാണെങ്കിലും ശരി, നമ്മുടെ ബെഡ്റൂമിലെ ലൈറ്റ്സും ഫാനും AC ഒക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും ഇത്തരം സ്വിച്ചുകൾ കൊണ്ട് സാധിക്കും. സ്വിച്ചുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തുടങ്ങാം. ഓട്ടോ ഹോമിൻ്റെ ടച്ച് സ്വിച്ചുകൾ. ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ടച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്താൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതല്ല, ഇനിയിപ്പം അലക്സ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വോയിസ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. അത് ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളിനി ബെഡ്റൂമിൽ ഇല്ലെങ്കിലും ശരി, അപ്പുറത്തെ ബെഡ്റൂമിലാണെങ്കിലോ അല്ലെങ്കിൽ വീടിന് ഔട്ട് സൈഡ് ആണെങ്കിലോ ഓഫീസിലാണെങ്കിലോ ഗൾഫിലാണെങ്കിലോ നിങ്ങൾക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഇത്തരം സ്വിച്ചുകളുടെ ഒരു പ്രത്യേകത. സാധാരണ നമ്മളെ വീട്ടിൽ നോർമൽ സ്വിച്ചുകളാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വലുപ്പമൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 8MD, 12MD, 6MD, 4MD അങ്ങനെയൊക്കെയല്ലേ പറയുക. ഒരു 8MDയുടെ അതേ പ്ലേറ്റിൻ്റെ വലുപ്പത്തിലാണ് ഇതിൻ്റെ ഒരു ടച്ച് പാനൽ വരുന്നത്. ഇതിലിപ്പോൾ 9 സ്വിച്ചുകളാണുള്ളത്. അതിൽ ലൈറ്റ്സ് വരുന്നുണ്ട്, ഫാന് വേണമെങ്കിൽ ഫാന് വരുന്ന മോഡലുണ്ട്, 2-വേ സ്വിച്ചസുകൾ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സ്വിച്ചസ് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ തന്നെ 6MD പാനലും അവൈലബിൾ ആണ്, 2MD പാനലും അവൈലബിൾ ആണ്. ഇങ്ങനെ 3 ടൈപ്പ് വലുപ്പത്തിലാണ് ഈ സ്വിച്ചുകൾ അവൈലബിൾ ആവുക. ഇതിൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്നത് ഇവിടുത്തെ സോക്കറ്റാണ്. സോക്കറ്റിനകത്ത് മൊബൈൽ ചാർജർ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഓട്ടോ ഹോമിൽ വരുന്നത്. ഈ ഒരു മോഡൽ മാത്രമല്ല, ഓട്ടോ ഹോം എന്ന് പറയുന്ന കമ്പനിക്ക് പല കളർ വേരിയൻസ് അവൈലബിൾ ആണ്, പല മോഡലുകളും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ബ്ലാക്കിൽ ഗോൾഡൻ ഫ്രെയിം വരുന്നൊരു മോഡലാണ്. നല്ല ഫിനിഷിങ് വരുന്നൊരു മോഡൽ കൂടിയാണ്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന സർവീസബിലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റുകളില്ലാതെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ്. ഇതിൻ്റെ തന്നെ വൈറ്റിൽ ഗോൾഡൻ ഫ്രെയിം വരുന്ന മോഡൽ വരുന്നുണ്ട്, വൈറ്റിൽ ബ്ലാക്ക് ഫ്രെയിം വരുന്ന മോഡൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ ബ്ലാക്ക് ഫ്രെയിം വരുന്ന മോഡൽ വരുന്നുണ്ട്. ഈ ഒരു സീരീസ് ഇവരുടെ പ്രീമിയം സീരീസ്
സീരീസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡേ സീരീസ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഈ സാധനം അവൈലബിൾ ആവുക. ഇവരുടെ തന്നെ ഒരു എക്കോ സീരീസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയുണ്ട്. എക്കോ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അല്പം പൈസ കുറച്ച് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സീരീസാണ് എക്കോ സീരീസ്. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇതേപോലെ നമ്മുടെ വീട്ടിൽ സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ ആ സ്വിച്ചിനെ ഇതേപോലെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ടച്ച് സ്വിച്ച് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഓട്ടോ ഹോമിൻ്റെ എക്കോ സീരീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 1-2 സ്വിച്ചുകൾ അല്ലെങ്കിൽ ഒരു പാനൽ മാത്രമോ നമുക്ക് ടച്ച് സ്വിച്ച് ആക്കി മാറ്റണമെങ്കിൽ ഈ ഒരു എക്കോ സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വെറൈറ്റികളാണ് ഈ ഒരു സ്വിച്ചിൽ വരുന്നത്. ഈ സ്വിച്ചുകൾ ഉപയോഗിച്ച് മാത്രമല്ല ഇവരുടെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെയിം സംഭവം നമുക്ക് നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഓട്ടോ ഹോമിൻ്റെ സ്വിച്ചുകളൊക്കെ നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോ ഹോമിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ഇതേപോലെ ബെഡിൻ്റെ ഓപ്ഷനകത്ത് ബെഡിൽ വരുന്ന സ്വിച്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് ഫാൻ ഒന്ന് ഓൺ ചെയ്യണമെങ്കിൽ ഇതിൽ ഫാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫാൻ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ആക്കണമെങ്കിലും സെയിം ബട്ടൺ ഉപയോഗിച്ചിട്ട് ഓഫ് ആക്കാം. സപ്പോസ് ലൈറ്റാണ് നമുക്ക് ഓൺ ആൻഡ് ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. നോക്കൂ, സൈഡിൽ നൽകിയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഇല്ലേ, നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്, അതിനെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സ്വിച്ച് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ അലക്സ ഡിവൈസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലൈറ്റ്സും ഫാനും എ സിയും ഒക്കെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ഔട്ട് സൈഡ് പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ലൈറ്റ്സും ഫാനും ഓഫ് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ വോയിസ് കമാൻഡ് നൽകിയാൽ മതി. അലക്സ ടേൺ ഓൺ ഷട്ട് ഡൗൺ. ഒരു വോയിസ് കമാൻഡ് ഉപയോഗിച്ച് എല്ലാ ലൈറ്റ്സും നമ്മളിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അലക്സ ടേൺ ഓൺ ഡേ മോഡ്. വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റ്സും ഒക്കെ തിരിച്ച് ഓൺ ചെയ്യാനും സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു എ സി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോയിഡിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വന്ന സ്റ്റെല്ലാർ മോഡൽ എന്ന് പറയുന്ന ഒരു എ സി ആണ് ഈ എ സി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ്സ് നമ്മുടെ മൂഡിനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ഒക്കെ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു എ സി ആണ്. നമുക്കിപ്പോൾ ഇത് അലക്സ യൂസ് ചെയ്തിട്ട് ഈ എ സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അലക്സ ടേൺ ഓഫ് എ സി. എ സി ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ബെഡ്റൂം മാത്രമല്ല കേട്ടോ, ഈവൻ ലിവിങ് റൂം ആണെങ്കിലും ശരി, ഡൈനിങ് സ്പേസ് ആണെങ്കിലും ശരി, കിച്ചൺ ആണെങ്കിലും ശരി, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈവൻ ഗേറ്റ് ആണെങ്കിലും ഔട്ട് സൈഡിൽ നിന്ന് കയറി വരുന്ന ഗേറ്റ് ആണെങ്കിലും നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ടോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടോ ടച്ച് പാനൽ ഉപയോഗിച്ചിട്ടോ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് കർട്ടൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. നോക്കൂ, ഇവിടെ വരുമ്പോൾ കർട്ടൻ ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. നമ്മൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കർട്ടൻ ഓട്ടോമാറ്റിക്കലി റോളർ മെഷീൻസ് ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനും സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും. വളരെ സിമ്പിളായ ടെക്നോളജിയാണ്. സാധാരണ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുന്നതിന് പകരം ടച്ചിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആയി എന്നുള്ളതാണ്. കുറേ കൂടെ ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് ഓട്ടോ ഹോം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്ന സംഭവം ഇങ്ങനെയാണ്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു മോട്ടർ നൽകിയിട്ടുണ്ട്. ഈ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കർട്ടൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. ഇതൊരു ചെറിയ കർട്ടൻ ആയതുകൊണ്ട് ചെറിയ മോഡൽ കപ്പാസിറ്റി ഉള്ള മോട്ടർ മാത്രം നമുക്ക് ആവശ്യമായിട്ട് മതിയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വീട് ഡബിൾ ഹൈറ്റ് ആണ്, കർട്ടൻ വലുതാണ്, 2 ട്രാക്ക് വരുന്ന കേർട്ടൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് കപ്പാസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ മോട്ടറിൻ്റെ കപ്പാസിറ്റി 20 കിലോഗ്രാം 25 കിലോഗ്രാം അങ്ങനെയാണ് പറയുക. അത്തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള മോട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താഴെ ഷോറൂമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മൈജി ഫ്യൂച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നവേറ്റീവായിട്ട് വരുന്ന എല്ലാ ടെക്നോളജികളും ആദ്യം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മൈജി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഹോം ഓട്ടോമേഷൻ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു വീട്ടിലല്ല, ഇത് അവരുടെ ഷോറൂമിൽ കണ്ണൂർ താഴെ ചൊവ്വയിലുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു കിഡ്ലൻ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു റൂമിൻ്റെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു അവസരം മൈജി ഫ്യൂച്ചർ തരുന്നുണ്ട്. നിങ്ങളൊന്നും മേടിക്കേണ്ടതില്ല, ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യുക. ഇവരുടെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഷോറൂം ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളൊരു ടൈം പീരീഡ് അവർ വെച്ചിട്ടുണ്ട്.
മെയ് 29 മുതൽ 2024 മെയ് 29 മുതൽ 2024 ജൂൺ 30 വരെ ഈ ഒരു ഷോറൂം, പുതിയ ഷോറൂമാണ് കണ്ണൂർ താണയിൽ വരുന്ന ഹോം ഓട്ടോമേഷൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഒരു കൂപ്പൺ ലഭിക്കും. ആ കൂപ്പൺ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാം. നിങ്ങളാണ് ഭാഗ്യശാലിയെങ്കിൽ നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ബെഡ്റൂം, നിങ്ങൾ പറയുന്ന ബെഡ്റൂം അവർ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്തു തരും. ആ ഒരു ഓഫർ ഇപ്പോൾ നിലവിലുണ്ട്, മറക്കണ്ട. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു ലിവിംഗ് റൂമിൻ്റെ ചെറിയ മോക്കപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു TV റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സ്വിച്ചുകളും ടച്ച് പാനൽ സ്വിച്ചുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഓട്ടോ ഹോം എന്ന് പറയുന്ന കമ്പനിയുടെ ടച്ച് പാനൽ സ്വിച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആംബിയൻറ്റ് ലൈറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. സെയിം അലക്സ ഉപയോഗിച്ചിട്ടും മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെയാണ്, ഈ ഡിവൈസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ വാറണ്ടി എങ്ങനെയാണ്, ഇതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഹായ്, ഞാൻ അഫ്സൽ, മൈജിയിലെ ഹോം ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മളെ ഈ ടച്ച് പാനലുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ആദ്യം നോക്കുക ഈ കമ്പനിയുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മൈജിയുടെ ഷോറൂമിൽ ഓട്ടോ ഹോം എന്ന് പറയുന്ന കമ്പനി യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആരംഭത്തിൽ പല ബ്രാൻഡായിട്ടും നമ്മൾ അസോസിയേറ്റഡ് ആയിരുന്നു. അതിൽ ഒരു 2 വർഷത്തോളം നമ്മൾ യൂസ്ഡ് ആയിട്ട് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്, അതായത് റിലയബിലിറ്റി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നിയ ബ്രാൻഡാണ് ഓട്ടോ ഹോം. അതിന് ശേഷമാണ് നമ്മൾ ആദ്യം നമ്മളെ ഓൺ പ്രമൈസിലാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടില്ല. മൈജി ഒരു ഷോറൂമിൽ ടെസ്റ്റ് ചെയ്തു. അതിന് സക്സസ് ആയതിനു ശേഷം നമ്മൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷമാണ് നമ്മൾ മൈജി ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ താണയിലാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൈജി ഫ്യൂച്ചറിന്റെ ഷോറൂമിലാണ് ഇവിടെ ഈ ഒരു സെഗ്മെന്റ് മൊത്തം അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നാൽ ഇത് കാണാൻ സാധിക്കും അല്ലേ? നിങ്ങളുടെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമിലും ഈ ഒരു ഫെസിലിറ്റി ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, നമ്മളെ മൈജി ഫ്യൂച്ചർ കണ്ണൂരുണ്ട്, അതേപോലെ തന്നെ മൈജി ഫ്യൂച്ചർ കാലിക്കറ്റ് ഉണ്ട്, മൈജി ഫ്യൂച്ചർ മലപ്പുറത്തും ഉണ്ട്, പെരിന്തൽമണ്ണ ഷോറൂമിലും സെയിം. ഈ 3 ഷോറൂമുകളിലും ഈ ഒരു എക്സ്പീരിയൻസ് അവൈലബിൾ ആണ്. അതെ, ഹോം ഓട്ടോമേഷൻ എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. ശരിക്കും നമുക്കിപ്പം അറിയേണ്ട ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു സാധനം ഫിക്സ് ചെയ്യണം. ഇപ്പം ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ടച്ച് പാനൽസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മൈജിന്ന് ആള് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലെ കണ്ടീഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ടച്ച് പാഡ് സ്വിച്ചുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്ത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യുന്ന ആ ഒരു സെഗ്മെന്റിൽ വരെ ആക്കി തരും. അതെ അതെ, ഓഫ് കോഴ്സ്, യെസ് തരും. അതെ, തരും, തീർച്ചയായിട്ടും. നമ്മളെ വീട് എങ്ങനെയാണുള്ളത് ആ വീട് നമ്മൾ കണ്ട് ഇൻസ്പെക്ട് ചെയ്ത് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് 100% സ്മാർട്ടിലേക്ക് നമ്മൾ മാറ്റിത്തരും. സ്വിച്ച് മാത്രമല്ല, ആക്ച്വലി നമ്മളെ ഗേറ്റ് ഓട്ടോമേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വാട്ടർ ഹീറ്റേഴ്സ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, വാട്ടർ ലെവലർ വരുന്നുണ്ട്, ഗീസർ വരുന്നുണ്ട്, ഗാർഡനിങ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതിൽ നമ്മൾക്ക് ഒരു വീട്ടിന് ആവശ്യമായ ഏത് സൊല്യൂഷൻസും ഇപ്പോൾ മൈജിയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ വീട് ഓട്ടോമേറ്റ് ചെയ്യണം, അതൊരു റിലയബിൾ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡർ അടുത്ത് നിന്നാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ മൈജിയിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും ഒരു കൊട്ടേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. പൊതുവെ ഇതിൻ്റെ ഒക്കെ ഒരു ബഡ്ജറ്റ് ലെവല് പറയുകയാണെങ്കിൽ ഒരു ബെഡ്റൂം ഒക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് എത്ര എക്സ്പെൻസ് വരും നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തിട്ടെല്ലാം പ്രീമിയം എഡീഷൻസ് ആണ്. പ്രീമിയം ആയ കാരണം കൊണ്ട് അതിനൊരു പാക്കേജ് നമ്മൾ സെറ്റ് ചെയ്തത് 44,000 ആണ്. ഈ 44,000 ഒരു റൂമിലേക്കുള്ള ആവശ്യമായ എല്ലാ ലൈറ്റ്സും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു സെഗ്മെന്റ് ഉണ്ട്, ഒരു എക്കോ ഫ്രണ്ട്ലി പോലെ നമ്മളെ ബഡ്ജറ്റീവ് ഒരു പാക്കേജ് ഉണ്ട്. അത് നമുക്ക് 16,000 സെയിം ഡിവൈസസ് നമുക്ക് ചെയ്യാം. 16,000 നമുക്ക് ഇത് ചെയ്യാം. അത് നമ്മളെ റൂം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓട്ടോമേറ്റ് എന്ന് വെച്ചാൽ ആ റൂമിൽ എല്ലാ ലൈറ്റ്സും ഫാനുകളും എസികളും അവിടെയുള്ള ചെറിയ ലാംപ്സോ കാര്യങ്ങളൊക്കെ വരും, ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാ കാര്യങ്ങളും. ഏകദേശം എത്ര സ്വിച്ച് ഉണ്ടാവും ഈ പറയുന്ന പാക്കേജിൽ? 8 സ്വിച്ചസ് വരും. 8 സ്വിച്ച് ഫുൾ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് കൂടാതെ തന്നെ നമുക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഡിവൈസസും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന എനിക്കുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചോട്ടെ. അപ്പോൾ ഒന്നാമത് ഈ സ്വിച്ചിന് ഏതെങ്കിലും ഒരു സ്വിച്ചിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് നിങ്ങൾ സർവീസ് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ടോട്ടലി 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആണെങ്കിൽ ആ സ്വിച്ച് മാത്രം സ്വിച്ച് മാത്രം സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അതേപോലെ തന്നെ മാക്സിമം കംപ്ലീറ്റ് വരാൻ വെച്ചാൽ ബാക്ക് എൻഡ് പാനൽസ് ആണ്. ബാക്ക് എൻഡ് പാനൽസ് അടക്കം നമ്മൾ റീപ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് ആണ്. അതെ. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ ആണ്. അതെ തീർച്ചയായിട്ടും. റൈറ്റ്. ഇനിയിപ്പോൾ വരുന്ന സമയത്ത് ഇപ്പം ഇതിൽ പല കളർ വേരിയൻസുകൾ അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഗ്ലോസി ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് വരുന്നുണ്ടോ? മാറ്റ് ഫിനിഷ് അല്ല, ആക്ച്വലി ഒരു ബ്ലാക്ക് ഔട്ട് ഫിനിഷ് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ്, ഷൈനി അല്ല. പക്ഷേ ഇനി വരുന്ന നമ്മൾ പുതിയ ലോഞ്ചസ് വരുന്നുണ്ട്, അതിൽ നമ്മൾ ഇതേമാതിരി ഗ്ലോസി മാറ്റ് ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ വൈഫൈ വീട്ടിൽ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ വെക്കാൻ. അതെ, ഓഫ് കോഴ്സ് യെസ്. ഇതിന്റെ പേര് പോലെ തന്നെ IoT ഡിവൈസസ് ആണ്. ഇപ്പോൾ വൈഫൈ, അതെ, ഇന്റർനെറ്റ് ഓൺ തിങ്സ് എന്നാണ് ഇതിന്റെ ടെക്നോളജിയുടെ പേര് തന്നെ. അതേപോലെ തന്നെ നമ്മൾ വൈഫൈയിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വീട്ടിന് പുറത്താണെങ്കിൽ ആക്സസിബിൾ ആവുന്നുള്ളൂ. അതല്ല, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ ഈ സ്വിച്ചിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് വൈഫൈ വേണം. നമ്മുടെ വീടും ഈ സാധനം വൈഫൈയിൽ കണക്ട് ആയിരിക്കണം, നമ്മുടെ ഫോണ് ഇന്റർനെറ്റ് കണക്ട് ആയിരിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന്റെ ഈ ഓട്ടോഹോമിന്റെ സെർവറിലാണ് ഇതൊക്കെ വരുന്നുണ്ടാവും. ഓട്ടോഹോമിന്റെ അതേപോലെ മൊബൈൽ ആപ്പ് ഓട്ടോഹോമിൻ്റെതാണ്, ഈ ടച്ച് പാനലും ഓട്ടോഹോമിൻ്റെതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. വീട് പണിയുടെ ഏത് സ്റ്റേജിലാണ് ഇതുപോലത്തെ ഒരു സംഭവം വെക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്? പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വീട് പണി തുടങ്ങി വയറിങ്ങിന്റെ സ്റ്റേജിലാണ് നമ്മൾ അറിയിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് സജഷൻസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക്? ഇപ്പൊ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കർട്ടൻ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കർട്ടൻസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ പ്ലഗ്, പവർ പോയിന്റ്സ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കർട്ടൻസ്. അതെ, കർട്ടൻ വെക്കുകയാണെങ്കിൽ കർട്ടന് നമ്മൾ ഇവിടെ ഒരു 2 MB ടച്ച് പാനൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു പവർ പോയിന്റും വരുന്നുണ്ട്. മുകളിൽ ഇതേപോലെ ആ ഒരു മോട്ടറിലേക്ക് കണക്ഷൻ എടുക്കാനുള്ള ഒരു പോയിന്റ് വരും. ഇവിടെ ഒരു 2 MB ബോക്സ്, മെറ്റൽ ബോക്സിന്റെ സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നോർമൽ നമ്മൾ കർട്ടൻസിന് അങ്ങനെ ചെയ്യാറില്ലല്ലോ. നിങ്ങൾ ഇത് മോട്ടറൈസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 സാധനങ്ങൾ വെക്കേണ്ടതല്ലേ? അതിന് പകരം നമ്മളിപ്പോൾ ഈ ബെഡ്റൂമിന്റെ ഭാഗത്ത് ബെഡ് സ്വിച്ചുകളൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും നേരത്തെ ചെയ്ത് വെക്കേണ്ടതുണ്ടോ? ഇലക്ട്രീഷ്യൻസിനോട് എന്തെങ്കിലും ഞങ്ങൾ പറയേണ്ടതുണ്ടോ? ഇല്ല, നമ്മൾ എന്തായാലും വന്ന് നോക്കും. നമ്മൾ വന്ന് നോക്കി വിസിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് പറയും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും അല്ലേ? നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് വീട്ടിലേക്ക് വരും. ശരി, ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസം വേണം നിങ്ങൾക്ക്? ഞങ്ങളുടെ വയറിങ്ങിന്റെ കംപ്ലീറ്റ് പ്രോഗ്രാമുകളും തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര ദിവസം വേണം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് എക്സിക്യൂഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്? എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ നമുക്ക് 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് മാക്സിമം കംപ്ലീറ്റ്ലി 3 to 4 ഡേയ്സിൽ എല്ലാ സ്വിച്ചസും നമുക്ക് കണക്ട് ചെയ്ത് ഓട്ടോമേഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമുക്ക് ഓൾറെഡി ഒരു AC വീട്ടിലുണ്ട്, പഴയ ഒരു ഫാൻ വീട്ടിലുണ്ട്, പഴയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പഴയതാണ്. അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതെ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതെല്ലാം അതിന്റെ കൺട്രോൾ സിസ്റ്റം ആണ് സ്മാർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ വീട്ടിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ നമുക്ക് സ്മാർട്ടിലേക്ക് കൺട്രോൾ ചെയ്യാം. സംഭവം സിമ്പിൾ ആണ്. ഇവർ ഫാനോ ലൈറ്റോ ഒന്നും അല്ല ഇവർ അൾട്ടർ ചെയ്യുന്നത്. ആ സ്വിച്ച് അവിടുന്ന് മാറ്റിയിട്ട് പകരം ഇവരുടെ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ടച്ച് സ്വിച്ച് അവിടെ വെച്ച് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ സ്വിച്ചിൽ ടക്ക് എന്ന് പറഞ്ഞ് ഓൺ ആക്കുന്നതിന് പകരം ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓൺ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ? ഈ ഒരു 2 മോഡലുകൾ ഞാൻ കണ്ടു. എക്കോ മോഡലും ഉണ്ട്, അതേപോലെ ഗ്രാൻഡേ മോഡലും ഉണ്ട് അല്ലേ? രണ്ടിന്റെയും ടച്ച് ആൻഡ് ഫീൽ ഡിഫറൻസ് ആണ്. റൈറ്റ്. നമ്മൾ ഗ്രാൻഡയിലേക്ക് വരുമ്പോൾ വളരെ ടച്ച് ആണ് വരുന്നത്. കുറച്ച് ഹാർഡാണ് ടച്ച്. മറ്റത് കുറച്ചുകൂടെ നമുക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇതിൽ ബഡ്ജറ്റ് ഇടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ പ്രീമിയം ലെവലിൽ കാണാനും വൃത്തി, അതാണ് കുറച്ചുകൂടെ നമ്മുടെ എക്സ്പീരിയൻസ് ലെവല്. രണ്ടിന്റെയും വാറണ്ടി സെയിം ആണ്? രണ്ടിനും വാറണ്ടി ശരിക്കും ഡിഫറെൻ്റ് ആണ്. ഗ്രാൻഡയിലാണ് 2 year വാറണ്ടി വരുന്നത്. മറ്റേതിൽ എക്കോ സീരീസിൽ വരുന്ന 1 year വാറണ്ടിയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ലോക്ക്, അതും ഓട്ടോഹോമിന്റെ തന്നെ ഡിജിറ്റൽ ലോക്ക് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് വരുന്നത് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. ഇതാണ് ഫിംഗർ പ്രിന്റ്. യെസ്, അതെ, ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ വെരിഫൈഡ് കാണിക്കും. അതെ, ആരാണോ അത് ഓപ്പൺ ആക്കുന്ന അവരെ ഇതും കൂടി കാണിക്കും, ആരാണ് ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ നമ്പർ ലോക്ക് ഉണ്ടോ? നമ്പർ ലോക്ക് ഉണ്ട്, പിൻ കോഡ് ഉണ്ട്, അതേപോലെ തന്നെ RF കാർഡും ഉണ്ട്. നോർമൽ ഫിസിക്കൽ സ്വിച്ച് ഉണ്ടോ? ഫിസിക്കൽ കീ ഉണ്ട്. ഈ ഒരു പോർട്ടിൽ നമുക്ക് സാധാരണ നമ്മുടെ താക്കോലിട്ടിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കും. ഇനിയിപ്പോ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നും അല്ലെങ്കിലും സാധാ കീ ഇട്ടിട്ട് ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും. CCTV കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഏതാണ് കമ്പനി ചെയ്യുന്നത്? ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ CP+ ചെയ്യുന്നുണ്ട്. CP+ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഹിക്വിഷൻ ചെയ്യുന്നുണ്ട്. ഹൈക്വിഷൻ അല്ലേ? ദഹുവ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഏതാ കൊടുത്തിരിക്കുന്നത്? ഇത് ഹിക്വിഷൻ തന്നെ ഹിസ്വിസ് പറഞ്ഞ സീരീസിൽ പെട്ട. ഇതൊരു അടിപൊളി സംഭവം. ഇതിന്റെ
പ്രത്യേകത എന്താ അറിയോ, ഇത് 360 ഡിഗ്രി ക്യാമറ. എത്ര MB ക്യാമറയാണ് ഇതിന് വരുന്നത്? ഇത് 4 മെഗാപിക്സലാണ്. 4 മെഗാപിക്സൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോഷൻ ഡിറ്റക്ഷൻ വളരെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മോഷൻ ഡിറ്റക്ട് ചെയ്യും. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്യാമറ എനിക്കനുസരിച്ച് മൂവ് ചെയ്ത് നോക്കൂ. ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ എന്നെ ഫോളോ ചെയ്ത് മൂവ് ചെയ്യുന്നത് കാണാം. നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ ഒരാൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇയാൾ സെൻഡ് ചെയ്ത് നൽകും. IP റേറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? 67 റേറ്റിംഗ്. 67 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ശരിക്കും നിങ്ങളിപ്പോൾ ഈവൻ സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റംസ്, ഗേറ്റ് ഓട്ടോമേഷൻസ്. ഗേറ്റ് ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ ഗേറ്റിന്റെ മോട്ടറും അതിന്റെ അത് ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? ഗേറ്റ് മോട്ടോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് സൈഡ് ബൈ സൈഡ് വരുന്നുണ്ട്, സ്വിംഗ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ സ്ലൈഡിംഗ് ആണ് വരുന്നത്, സൈഡിൽ നിന്ന് തള്ളി കൊണ്ടുപോകുന്ന രീതിയിലുള്ള സ്ലൈഡിംഗ് വരുന്നുണ്ട്. ദെൻ വീടിനകത്തേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ടച്ച് പാനൽസ് ആൻഡ് അതേപോലെ അലക്സ കൺട്രോൾഡ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് കൺട്രോൾഡ് ആയിട്ട് എല്ലാ ഡിവൈസുകളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ കേർട്ടൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് മുടക്കിയിട്ടാണ് ഗാർഡനിങ് ആളുകൾ ചെയ്യാം. അപ്പൊ ആളുകൾ പുറത്തായിരിക്കും പല സമയത്തും. അപ്പൊ ഇതിന്റെ ഇറിഗേഷൻ കാര്യങ്ങൾ, വെള്ളം നനച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അത് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, അതും നമ്മൾ തീർച്ചയായിട്ടും അതും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കും. അതും ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് സമയം നനയ്ക്കണോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്പ്രിംഗ്ലേഴ്സ് ഓൺ ആയിക്കോളും. അപ്പോൾ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആളുകൾ തീർച്ചയായിട്ടും മൈജി ഫ്യൂച്ചറിന്റെ കണ്ണൂർ താണെ ഷോറൂമിൽ വന്നാൽ മതി. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ആളുകൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാൻ സാധിക്കും? ഇത് നമ്മൾ കണ്ണൂർ താന സിഗ്നൽ കഴിഞ്ഞ് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിൽ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലമാട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നുമില്ല. നേരെ ഫ്രണ്ടിൽ വലിയ പാർക്കിംഗ് ഉണ്ട്, ബോട്ടത്തെ സൈഡിലും ഉണ്ട് അല്ലേ? അതെ, അണ്ടർ പാർക്കിംഗ് ഉണ്ട്. അണ്ടർ പാർക്ക് ബേസ്മെന്റിലും പാർക്കിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പാർക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇലക്ട്രോണിക് ഡിവൈസസ് ഇവിടെ അവൈലബിൾ ആണ്. IR സെഗ്മെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. VR സെഗ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഹോം ഓട്ടോമേഷന്റെ സെഗ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോറൂമാണ് കണ്ണൂരിൽ മൈജിയുടെ ഫ്യൂച്ചർ ഷോറൂം എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.